ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സമയം ഒരു 10-10:30 ആയിട്ടുണ്ട്. ഞാനും ഇച്ചാനും പപ്പായും കൂടെ ഒന്ന് പുറത്തേക്ക് പോകുവാണ്. ബക്രീദ് ഹോളിഡേ ആയതുകൊണ്ട് അനിയത്തി ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട്. അച്ഛനെ പെട്ടെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ഇവരുടെ കൂടെ അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇറങ്ങുവാണ്. പപ്പയാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത്. അങ്ങനെ തങ്കിപ്പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. തങ്കിപ്പള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പിൽഗ്രിം സെൻ്ററാണ്. ഒത്തിരി തീർത്ഥാടകർ വരാറുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല റഷുണ്ട്. ഇതാണ് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ മുഴുവൻ വെഹിക്കിൾസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മാസാദ്യ വെള്ളിയാഴ്ചകളിലും മറ്റു വെള്ളിയാഴ്ചകളിലും ആരാധനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. നേരെ നമ്മളിപ്പോൾ കടക്കരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ദ മേക്സ് മാജിക് ഈ ബേക്കറി നോക്കി വെച്ചിട്ടുണ്ട്. കാരണം അമ്മ പൈസയൊക്കെ തന്നാണ് വിട്ടിരിക്കുന്നത്. അച്ഛന് സ്നാക്സും ഫ്രൂട്ട്സും വാങ്ങിച്ചു കൊടുക്കാൻ. അച്ഛന് സ്നാക്സും ഫ്രൂട്ട്സും മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ച് വരുന്ന വഴി വാങ്ങിക്കണം. ഇതാണ് ഞാൻ കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വന്ന് ഓടിക്കുന്ന ഗ്രൗണ്ട്. ഇതെൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. സ്കൂളിൻ്റെ മതിലാണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നത് കണ്ടമംഗലം ക്ഷേത്രമാണ്. കണ്ടമംഗലം ക്ഷേത്രത്തിൻ്റെ എൻട്രൻസും സ്കൂളിൻ്റെ എൻട്രൻസും ഓപ്പോസിറ്റാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് സ്കൂളിൻ്റെ എൻട്രൻസും വരുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടമംഗലം എന്നാണ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേര്. 5th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തി. ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത ശേഷം ഗേറ്റ് ഓപ്പണായി. വണ്ടിയുടെ തിരക്കൊക്കെ കുറഞ്ഞപ്പോഴേക്കും വണ്ടി എടുത്ത് പോന്നു. പെട്രോൾ അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് ഫില്ലായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അനിയത്തിയെ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ചേർത്തലെത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ്. അപ്പോൾ പുറത്ത് പോയി കാഴ്ചയൊക്കെ കണ്ട് നിന്നപ്പോഴേക്കും നല്ലൊരു ചെടി കണ്ടു. ഇതിൻ്റെ പൂവ് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ചെടി? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കണ്ടപ്പോൾ ഉള്ള കൗതുകം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പൂവിൻ്റെ അത്ര ക്ലോസർ ലുക്ക് കിട്ടുന്നില്ലായിരുന്നു. പൂവെല്ലാം നല്ല ഹൈറ്റിലായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ മൊട്ട് വരുന്നത്. നല്ല കൊലകൊല പോലെയാണ് മൊട്ട് പിടിക്കുന്നത്. ഈ പൂവിലേക്കൊന്നും എനിക്ക് എത്തുന്നില്ലായിരുന്നു. നല്ല ഹൈറ്റിലായിരുന്നു. പക്ഷേ എന്തോ അപ്പോൾ ഒരു പൂ വാടി താഴെ വീണത് എനിക്ക് കിട്ടിയായിരുന്നേ. അവിടെ നിന്ന് ആ പൂവിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനിയത്തി വിളിക്കുന്നത്. അപ്പോൾ അച്ചു എത്തിയിട്ടുണ്ട്, വേഗം ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും അച്ചുവിൻ്റെ ബസ് വന്നു. അച്ചു ബസ്സിൽ നിന്നിറങ്ങി. ഞാൻ ബസ്സിൻ്റെ അടുത്ത് എത്തും മുമ്പേ ആളിങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്. പിന്നെ ആളെയും പിക്ക് ചെയ്ത് നേരെ കാറിൽ കയറി ആസ് യൂഷ്വൽ തിരിച്ച് വന്നപ്പോഴും ബ്ലോക്ക്. എപ്പോഴും ഇവിടുത്തെ റെയിൽവേ ഗേറ്റ് ഇതുപോലെ ക്ലോസ് ചെയ്തായിരിക്കും ഇടുന്നത്. എന്തായാലും അതിൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ് നേരെ ഞാൻ ആദ്യം കാണിച്ച ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. അച്ചുവിൻ്റെ പ്രഥമ ലക്ഷ്യവും ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിൽ ഇറങ്ങി. ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഏത് ഫ്രൂട്ട്സ് എടുക്കുമെന്ന് നോക്കി അങ്ങനെ ഇങ്ങനെ തപ്പി ലാസ്റ്റ് അച്ചുവിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് കണ്ടുപിടിച്ചു, പ്ലം. അച്ചുവിന് ഒത്തിരി ഇഷ്ടമുള്ളതാണ് പ്ലം. അങ്ങനെ പ്ലം വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഗുവ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പല ഫ്രൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇവർ തപ്പി കണ്ടുപിടിക്കുമായിരുന്നു. കാർഡ്ബോർഡ് ബോക്സ് ഇട്ടെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ നോക്കിയെടുത്തു. അത്യാവശ്യം റഷൊക്കെയുള്ള നല്ലൊരു ഷോപ്പാണ് കടക്കരപ്പള്ളിയിൽ. അത്യാവശ്യം നല്ലൊരു ബേക്കറിയാണ് മേക്സ് മാജിക്. ഗുവയും എടുത്തു, പ്ലമ്മും വാങ്ങി. പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് അച്ചുവിന് വേണ്ടത് അച്ചു നോക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് മാത്രം പോരാ, പിന്നെ കുറച്ച് സ്നാക്സും വേണം. അപ്പോൾ സ്നാക്സ് ഐറ്റംസ് നോക്കണം. അതിനിടയ്ക്ക് പ്ലം ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആൾ നിൽക്കുവാണ്. എനിക്ക് ഈ പ്ലം മാത്രം തൂക്കിയാൽ മതി, വേറെ ആരും എടുത്തു തരണ്ട എന്നുള്ള ഭാവത്തിൽ അച്ചു നല്ല പഴുത്ത പ്ലം നോക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു മിനി ഷേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 10 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഷേക്ക് കുടിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങുവാണ്. ഇറങ്ങാൻ നേരത്ത് ചില്ലറയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെയും വണ്ടി എടുത്ത് പോയി ചില്ലറ വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ആ ഒരു ഷേക്ക്. നല്ല ഷേക്കാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോരുവാണ്. എൻ്റെ ഷേക്കിൻ്റെ ഫ്ലേവർ ടോഫി കാരമലായിരുന്നു. പക്ഷേ ഇച്ചാൻ ചോക്ലേറ്റാണ് വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ അതിനിടയ്ക്ക് ഇച്ചാൻ്റെ ഷേക്ക് വാങ്ങി അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ റോഡ് സൈഡിലുള്ള വ്യൂ. പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ബസ് സ്റ്റോപ്പും ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് ഒത്തിരി ഓട്ടോസ് ഉണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോഴും തിരക്ക് കുറഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടിയൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കാം ഈ തിരക്ക് ഇപ്പോഴും ഒഴിയാതെ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങൾ എന്നാൽ വീട്ടിൽ ചെന്ന് ഫ്രഷായി ഫ്രൂട്ട്സും ഷേക്കൊക്കെ കഴിക്കട്ടെ. ബൈ.